ആയുസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരു അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പൗലോസ് അപ്പസ്തോലനിലൂടെ നമുക്ക് നൽകിയ ശക്തമായ ഒരു നിർദ്ദേശം 2 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വചനങ്ങൾ. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൈവെപ്പിലൂടെ, മാമോദീസായിലൂടെ, കൂദാശകളിലൂടെ ശക്തമായ ആത്മാവിന്റെ അഭിഷേകം തന്നിട്ടുണ്ട്. സഹായകനായ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമുക്ക് ലഭിച്ച ഈ ദൈവിക വരം ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്, ബല കൊടുക്കുന്നത്, ത്യാഗമെടുക്കുന്നത്. 7-ാമത്തെ വചനം പറയുന്നു, എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തരുന്നത്, ശക്തിയുടെ, സ്നേഹത്തിന്റെ, ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തരുന്നത്. അത് നമ്മുടെ ഉള്ളിൽ ഭീരുത്വം നിറയാൻ പാടില്ല. ധൈര്യം നിറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുവാൻ, സ്നേഹം തന്നെയായ ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതിന് സാധിക്കണമെങ്കിൽ നമുക്ക് ലഭിച്ച ദൈവിക വരങ്ങൾ ഉജ്ജ്വലിപ്പിക്കണം. ദൈവരാജ്യ ശുശ്രൂഷയിൽ ദൈവിക വരങ്ങൾക്ക് ശക്തമായ പ്രാധാന്യമുണ്ട്. ദൈവിക വരങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷകൾ വളരെ പെട്ടെന്ന് ദൈവ ജനത്തിൻ്റെ ഇടയിൽ ഫലമുള്ളവായിട്ട് മാറുകയാണ്. ദൈവിക വരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കണം. ആത്മാവ് തരുന്ന വരങ്ങൾ, ആത്മാവിൻ്റെ ദാനങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമുക്ക് നിറയാം. 2 തിമോത്തി 1:8 പറയുന്നു, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളായിട്ട് മാറും. ഈ പെന്തക്കുസ്ത നമുക്ക് ഓരോരുത്തർക്കും അസാധാരണമായ ഒരു ദൈവശക്തിയുടെ നിറവായിട്ട് മാറട്ടെ. സക്രിയ 4:6 സൈന്യബലത്താലല്ല, കരബലത്താലല്ല, ദൈവാത്മാവിന്റെ ശക്തി കൊണ്ടത്രേ. നിന്റെ ബുദ്ധിശക്തിയോ ശാരീരിക ശക്തിയോ മനസ്സിന്റെ ശക്തിയോ അല്ല,
ദൈവാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, കൃപാവരങ്ങളുടെ നിറവ്, ഇതിലൂടെ വേണം നമ്മൾ ശുശ്രൂഷ ചെയ്യുവാൻ. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ആത്മാഭിഷേകം ഉണ്ടായേ മതിയാവത്തുള്ളൂ. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ സംസാരിക്കുന്ന ഒരു നാവ്, ആത്മാവിൻ്റെ അഭിഷേകത്താൽ നോക്കുന്ന കണ്ണുകൾ, ആത്മാവിൻ്റെ അഭിഷേകത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാവണം. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് നയിക്കപ്പെടണം. ദൈവശക്തി കൊണ്ട് നിറഞ്ഞ്, അഭിഷേകം കൊണ്ട് നിറഞ്ഞ്, ധീരതയുടെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ്, ദൈവാത്മാവിനാൽ നിരന്തരം നയിക്കപ്പെടുന്നവരായി നമുക്ക് മാറാം. അതിനുള്ള വലിയൊരു അഭിഷേകം ദൈവത്തിൻ്റെ ആത്മാവ് ഈ പെന്തക്കോസ്തായിൽ നമ്മുടെ മേൽ പകരട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. വീണ്ടും പെന്തക്കോസ്താ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.